നമുക്കുള്ളതിൽ തൃപ്തിപ്പെടുവാനും സന്തോഷിക്കുവാനും ശീലിക്കുക. നമുക്ക് കുറവുകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഈ ലോകത്തെ നമുക്ക് സന്തോഷത്തോടെയും വിശാലമായും നോക്കിക്കാണാൻ കഴിയും. പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാതെ ഒരു സമരവും വിജയിക്കില്ല. ഇന്ന് ചെയ്യാവുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്യുക. അത് ഒരു കാരണവശാലും നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. മിതമായി സംസാരിക്കുകയും എപ്പോഴും പുഞ്ചിരിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ പൊതുവെ ആത്മവിശ്വാസം കൂടുതലുള്ളവരും നിഷ്കളങ്കരുമാണ്. എല്ലാവരെയും നിഷ്കളങ്കമായി സ്നേഹിക്കാൻ കഴിയുന്നതിനാൽ തന്നെ ഇവരിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുകയും ചെയ്യും. ജീവിതമെന്നാൽ എപ്പോഴും കയ്യിൽ നല്ല കാർഡുകൾ ഉണ്ടാകണം എന്നുള്ളതല്ല, കയ്യിലുള്ളത് മോശം കാർഡുകളാണെങ്കിലും നന്നായി കളിക്കുക എന്നുള്ളതാണ്. വിവരങ്ങൾ എവിടെ കണ്ടെത്തണമെന്നും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയുക. അതാണ് വിജയത്തിന്റെ രഹസ്യം. മനസ്സിനുള്ളിൽ അമർഷമുണ്ട് എന്ന് തോന്നിയാൽ അതിനർത്ഥം നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് സ്വയം വിഷം കഴിച്ചുകൊണ്ട് ആ വിഷം കൊണ്ട് ശത്രുക്കൾ മരിച്ചുകൊള്ളുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന കാര്യങ്ങൾക്കായി നിങ്ങളുടെ പണം ചെലവഴിക്കുക. അതുപോലെ തന്നെ പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത കാര്യങ്ങൾക്കായി നിങ്ങളുടെ സമയം ചെലവഴിക്കുക. നിങ്ങളുടെ വാക്കുകൾക്ക് നിശബ്ദതയേക്കാൾ മൂല്യമുണ്ടാകുന്നതുവരെ നിങ്ങൾ മിണ്ടാതെ ഇരിക്കുക. സാഹചര്യങ്ങളാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, മനുഷ്യർ സാഹചര്യങ്ങളെയല്ല. അനുകരണം ആകർഷണത്തിന്റെ അടയാളമാണ്. നമുക്ക് വളരെ അടുപ്പമുള്ള വ്യക്തികളുടെ ശൈലികളെ നമ്മൾ അറിയാതെ തന്നെ അനുകരിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്.